പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. ചെന്ന് ചോദിക്ക്. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല. നാട്ടിലെ വലിയ പണക്കാരനാ, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. എന്തെങ്കിലും പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കണോ. ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ മകൻ എന്നോട് പറയാ, ദേ കാശ് കൊണ്ടുവരുന്ന അങ്കിള് വരുന്നമ്മേന്ന്. കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. പണം എനിക്കൊരു പ്രശ്നമല്ല. സാധാരണക്കാരെ ബാധിക്കില്ലേ? എല്ലാം വിധിയുടെ വിളയാട്ടം. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകേണ്ട സൈക്കിളിൽ പോകണം. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകേണ്ട സൈക്കിളിൽ പോകണം. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകേണ്ട സൈക്കിളിൽ പോകണം. നീയാണല്ലോ കോടതി. ഓടാമയില് അവർ കാറിൽ പോകേണ്ട സൈക്കിളിൽ പോകണം. പാണ്ടിക്കരിമ്പാറ പോലെയാണ് ഈ പെട്രോളിന്റെ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനിത്തിങ്. സാധാരണ വില കൂട്ടി. ഇല്ല, എല്ലാം കൂടാതിരിക്കാൻ ഒക്കില്ല. കുറഞ്ഞുകൊണ്ട് വരികയാണ്, അതിന്റെ നിക്ഷേപം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതിനൊന്നും ഇല്ലേ. നമ്മൾ ഊറ്റിയെടുത്താണ് കൊടുക്കുന്നത്. കുറെ കഴിയുമ്പോൾ പെട്രോൾ ഉണ്ടാകത്തില്ല. കണ്ട കേട്ടാ, വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. അതുകൊണ്ട് there is a requirement of putting a brake to it. നിർത്തടാ പുല്ലേ, അവന്റെ ഒടുക്കത്തൊരു പുട്ട്. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? അതിനൊരു തടയിടേണ്ട ആവശ്യം. ഐ സപ്പോർട്ട് ദാറ്റ്. എന്തെങ്കിലും പൂത്ത പണമുണ്ട്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ